ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين بالله أما بعد. ബഹുമാനം നിറഞ്ഞ എൻ്റെ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കളെ, പഴമകളെ തല്ലിക്കെടുത്തുന്ന വർത്തമാനകാലത്ത് പഴമയിലെ പൈതൃകങ്ങളെ വിളിച്ചോതുന്ന ഈ കലാവേദിയിൽ ധാർമ്മികതയിൽ ലോക വിജയത്തിന് എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തി ഞാൻ നിർത്താം. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ധാർമ്മികത അന്തരീക്ഷ വായുവിൽ കൂടി കലർന്ന് വർത്തമാനകാലം മലിനസമാകുന്ന ഈ സമയത്ത് ഒരു സാമൂഹിക ജീവിയായ മനുഷ്യൻ സമൂഹത്തിൽ പുലർത്തേണ്ട ധാർമ്മികതയും അധാർമിക ബോധത്തെയും കുറിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ധാർമ്മികത ഒരു വ്യക്തിയുടെ മുഖ്യ അജണ്ടയാകുകയും ഐഹികവും പാരിത്രികവുമായ വിജയത്തിന് നിദാനമാക്കുകയും ചെയ്യുന്ന ഇസ്ലാമിന്റെ ധാർമ്മിക പാഠങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ വിഷയം പൂർണ്ണമാകുന്നത്. എന്താണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ധാർമ്മിക പാഠങ്ങൾ? അന്ത്യപ്രവാചകർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം ഈ ലോകത്തേക്ക് നിയുക്തരായ എല്ലാ പ്രവാചകന്മാരും ജീവിച്ചു കാണിച്ചത് ഇസ്ലാമിന്റെ ധാർമ്മിക അധ്യായങ്ങളായിരുന്നു. അജ്ഞതയുടെ ഇരുണ്ടുമൂടിയ 6-ാം നൂറ്റാണ്ടിലെ ധാർമ്മികതയാണ് ഓരോ മനുഷ്യരുടെയും ഇഹപര വിജയത്തിന് കാരണമെന്നും അക്രമം അന്ത്യനാളിലെ ദിനരാത്രങ്ങളെ ഇരുളിലാക്കുമെന്നും പ്രവാചക മൊഴികൾ അവരെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇത് തന്നെയാണ് ഖുർആനിക വചനങ്ങൾ നമ്മോട് കീർത്തിക്കുന്നത്. വൽതകും മിൻകും ഉമ്മത്തു യദ്ഊന ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ തൊട്ട് തടയുകയും ചെയ്യുന്ന ഒരു ഉത്തമ സമുദായത്തെ സൃഷ്ടിക്കാനാണ് ഖുർആനിക വചനങ്ങൾ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഈ ധാർമ്മിക ബോധം ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങാനല്ല, മറിച്ച് ഒരു സമുദായം മുഴുവൻ ധാർമ്മിക ചിന്തയിലായിരിക്കണമെന്നും ധാർമ്മികത ഒരു മനുഷ്യന്റെ നിഖില മേഖലയിലും കടന്നു വരണമെന്നുമാണ് സൂക്തസാരം. ഈ ഉത്സാരത്തെ ജീവിച്ചു കാണിക്കുകയായിരുന്നു അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ തനതായ ആശയദർശനത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ 6-ാം നൂറ്റാണ്ടുകാരനാണെന്ന് പരിഹസിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ആശയദർശനത്തിൽ ഇസ്ലാമിന്റെ തനതായ ആശയദർശനത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ 6-ാം നൂറ്റാണ്ടുകാരനാണെന്ന് പരിഹസിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അപരിഷ്കൃത സമൂഹത്തിൽ ഇസ്ലാം തീർത്ത ധാർമ്മിക വിപ്ലവത്തിലേക്ക് ഓരോ വിമർശകരും കണ്ണോടിക്കേണ്ടതുണ്ട്. ജനിച്ചത് പെണ്ണാണെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചുമുടുന്ന ഭ്രാന്തന്തരീക്ഷത്തിലേക്ക് സ്ത്രീകളെ മാറ്റി നിർത്തപ്പെടേണ്ടവളല്ലെന്നും സ്ത്രീകളെ പോറ്റുന്നവർക്ക് വൻ പ്രതിഫലമുണ്ടെന്നും പറഞ്ഞ് ആ സമൂഹത്തെ ബോധവാന്മാരാക്കുകയും ചെയ്തത് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. എന്നാൽ ഇന്നും സ്ത്രീകളുടെ വിഷയത്തിൽ ഇസ്ലാമിനെ കരിവാരി തേക്കുന്നവരുണ്ട്. ഇസ്ലാം സ്ത്രീയോട് കീർത്തിക്കുന്ന വസ്ത്രധാരണയും അത് നൽകുന്ന സുരക്ഷിതത്വവും കണ്ടില്ലെന്ന് നടിച്ച് പടിഞ്ഞാറിന്റെ സംസ്കാരം ചേർത്ത് പിടിക്കുമ്പോൾ അവർ ചില കണക്കുകൾ കൂണിക്കാണ്ടേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഫ്രാൻസിലെ 95% സ്ത്രീകളും ലൈംഗിക പീഡനത്തിന് ഇരയായത്? എന്തുകൊണ്ടാണ് അമേരിക്കയിലെ 4-1 കുട്ടികൾക്കും അവരുടെ പിതാവിനെ അറിയാതെ പോയത്? ഇവിടെയും ഇസ്ലാമിന്റെ ദർശനം എത്ര മനോഹരമാണ്. ലാ തഖ്റബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്ക പോലും ചെയ്യരുതെന്ന് ഖുർആനിക വചനങ്ങൾ പീഡനത്തിലേക്കുള്ള എല്ലാ വഴികളെയും അടച്ചിടുന്നുണ്ട്. ഇതുതന്നെയാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൽ പീഡനത്തിന്റെയും സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണത്തിന്റെയും ഗ്രാഫ് താഴ്ന്നിറങ്ങുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നീ ലോകത്തെ ധാർമ്മികത നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് ഇസ്ലാം മതമാണെന്ന് പറയേണ്ടി വരും. നമുക്ക് ലഹരിയിലേക്കൊന്ന് കണ്ണോടിക്കാം. ലഹരി തീർക്കുന്ന അഭ്യാസങ്ങൾ തേടി ഫ്രാൻസിലേക്കോ അമേരിക്കയിലേക്കോ പോകേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലേക്ക് തന്നെ വരാം. ഇക്കഴിഞ്ഞ ഓണാഘോഷത്തിൽ 10 ദിവസം കേരളം കുടിച്ചു തീർത്തത് 826 കോടിയുടെ മദ്യമായിരുന്നു. കേരളത്തെ മദ്യശാലയാക്കുന്നതിൽ കേരള സർക്കാരിന്റെ പങ്ക് ചെറുതല്ല. തുടർച്ചയായ കൂട്ടക്കൊലപാതകങ്ങളും ഇടമുറിയാത്ത ആക്രമണങ്ങളും കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരുന്നത് സ്വന്തം ഖജനാവ് വീർപ്പിക്കാനാണ്.
മദ്യവും ജൂതാട്ടവും എല്ലാ അധാർമിക പ്രവർത്തനങ്ങൾക്കും സൂറത്ത് മാഇദയുടെ വചനങ്ങൾ വിലങ്ങിടുമ്പോൾ ഒരു സത്യവിശ്വാസിയുടെ ധാർമ്മിക പ്രവർത്തനങ്ങൾ പുണ്യ ജീവിതം നയിക്കണമെന്നു ഖുർആനിക വചനങ്ങൾ വരയിട്ട് കാണിക്കുന്നുണ്ട്. സമയം വളരെ പരിമിതമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ധാർമ്മികതയിലൂന്നിയ ജീവിതം നയിക്കുവാൻ നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. വാക്കുകൾക്ക് വിട. ശ്രോതാക്കൾക്ക് നന്ദി. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.